മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാജ്യത്തിൻ്റെ സമ്പത്ത്, രാജ്യത്തിൻ്റെ വിഭവങ്ങൾ മുസ്ലിങ്ങൾക്ക് സ്വരുക്കൂട്ടി മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് മൻമോഹൻ സിംഗ് പ്രഖ്യാപിച്ചു. ഒന്ന്, അത് പച്ചക്കള്ളമാണ്. രണ്ട്, അത് വർഗീയതയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി തന്നെ വർഗീയത പറയുകയാണ്. ഇത് ഉത്തരേന്ത്യയിൽ നടന്ന പ്രസംഗമാണ്. കേരളത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചെന്താണ്? കേരളത്തിൽ അദ്ദേഹം കാര്യമായിട്ട് വർഗീയത പറഞ്ഞിട്ടില്ല. ഇത്തരം പ്രസംഗങ്ങളില്ല. ഇനി വികസന അജണ്ടയാണെങ്കിൽ എന്ത് വികസന അജണ്ടയെക്കുറിച്ചാണ് മോദി കേരളത്തോട്? ഇന്നലെ അദ്ദേഹം മലയാളത്തിൽ ഒരു ടെലിവിഷൻ ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തു. അതിലെന്താണ് കേരളത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ വികസന അജണ്ടയെക്കുറിച്ച് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിൽ പറയുന്നത്? വ്യക്തമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. BJP ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും, പ്രത്യേകിച്ച് കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള വികസനത്തെ സംബന്ധിച്ച്, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വികസനത്തെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങളതിൻ്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലഘുലേഖകൾ പുറത്തിറക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥനകൾ പുറത്തിറക്കുകയും ഞങ്ങളുടെ അജണ്ടയുടെ, ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ ഭാഗമായി തന്നെ അത് മാറുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. അജിംസ അതിൻ്റെ അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. ആ തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാവുകയും ഇപ്പോൾ ദേശീയ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള വികസന ഫണ്ടുകൾ, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, കേരളത്തിന് എന്താ നൽകാത്തത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി കടം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കടം നൽകാൻ വേണ്ടി, കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേസിന് പോയപ്പോൾ അവർ പ്രചരിപ്പിച്ചത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായിരുന്നില്ലല്ലോ വാസ്തവം. കടമെടുക്കാനുള്ള ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ളതിൽ കൂടുതലും കിട്ടിയ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. അപ്പോൾ ആ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച്, ദേശീയ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റ് വികസന പദ്ധതികളാണെങ്കിലും ഒന്നും കേരളത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേയുടെ വികസന മേഖലകളിലാണെങ്കിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്, ഈ സംസ്ഥാനത്ത് നിന്ന് 20 MP-മാർ ലോകസഭയിലും ബാക്കി MP-മാർ രാജ്യസഭയിലും കേന്ദ്ര ഗവൺമെൻറ്റിനെയും മോഡി ഗവൺമെൻറ്റിനെയും എതിർക്കുമ്പോഴും കേരളത്തിന് ഒരു ചില്ലി കാശിൻ്റെ കുറവ് പോലുമില്ലാതെ കൂടുതൽ കൊടുക്കുന്ന ഭരണമാണ് കേന്ദ്രത്തിൽ മോഡിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അത് ചർച്ചയാകുമെന്ന് കണ്ടപ്പോഴാണ് ഈ ചക്കളത്തി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ പേരിൽ? ഇതൊരു പൊയ്ക്കാലിൽ നൃത്തം ചെയ്യുകയാണ് ഇവർ രണ്ടുപേരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ UDF-ഉം LDF-ഉം പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനം എന്താണ്? എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? എന്തെങ്കിലും വികസന അജണ്ടയുണ്ടോ? ഏതെങ്കിലും ഒരു വികസനം നടപ്പാക്കിയില്ല എന്നതിന്റെ പേരിലാണ്?